ഹലോ, ഈ പുതിയ എക്സ്പ്ലെയിനറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെയൊക്കെ അടുക്കളയിലെ വെറുമൊരു മസാലപ്പെട്ടി എങ്ങനെയാണ് ഒരു വലിയ സാമ്രാജ്യത്തിന്റെ തലവര പൂർണ്ണമായും മാറ്റിയെഴുതിയത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ? പക്ഷേ അതാണ് സത്യം. വെറുതെ കറികൾക്ക് രുചി കൂട്ടാൻ ഉപയോഗിക്കുന്ന ഈ സാധാരണ സുഗന്ധവ്യഞ്ജനങ്ങൾ എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കോളനിയാക്കുന്നതിലേക്ക് നേരിട്ട് നയിച്ചതെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ശരി, നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് കടക്കാം. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇന്നത്തെ കാലത്ത് സ്വർണത്തിനോ അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിനോ ഒക്കെ എത്രത്തോളം വിലയുണ്ട് അല്ലേ? 16-ാം നൂറ്റാണ്ടിലും 17-ാം നൂറ്റാണ്ടിലും നമ്മൾ ഈ നിസ്സാരമായി കാണുന്ന കുരുമുളകിനും ഏലക്കായ്ക്കുമൊക്കെ കൃത്യം ഇതേ വിലയായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇന്നത്തെ പെട്രോൾ വിലയെക്കുറിച്ച് നമ്മൾ ടെൻഷൻ അടിക്കുന്നത് പോലെ അന്ന് യൂറോപ്പിലുള്ളവർ ഈ മസാലകളുടെ വിലയെക്കുറിച്ചാണ് ആലോചിച്ച് തലപുകിച്ചിരുന്നത്. അക്കാലത്തെ ആഗോള സമ്പദ്വ്യവസ്ഥയെ തന്നെ നിയന്ത്രിച്ചിരുന്നത് ഈ മസാലകളായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ വലിയൊരു ചോദ്യം വരുന്നുണ്ട്. എന്തിനാണ് യൂറോപ്പുകാര് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും വലിയ വില കൊടുത്ത് ഈ മസാലകൾ വാങ്ങിയിരുന്നത്? ഇതിനുള്ള ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ ഫ്രിഡ്ജുകൾ കണ്ടുപിടിക്കുന്നതിന് മുൻപുള്ള കാലത്തെ യൂറോപ്പിലേക്ക് ഒന്ന് സങ്കല്പിച്ചു പോകണം. യൂറോപ്പിലെ കൊടും തണുപ്പുകാലം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്നത്തെ പോലെ ഭക്ഷണം ഫ്രഷായി വെക്കാൻ അവിടെ ഫ്രിഡ്ജുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്താ സംഭവിക്കുക? ഇറച്ചിയൊക്കെ പെട്ടെന്ന് ചീത്തയാകും. അതിൽ നിന്ന് ഭയങ്കര ദുർഗന്ധം വരും. ഈ ഒരു വലിയ പ്രതിസന്ധിക്ക് അന്നവരുടെ മുന്നിലുണ്ടായിരുന്ന ഒരേയൊരു മാന്ത്രിക പരിഹാരമായിരുന്നു നമ്മുടെ ഇന്ത്യൻ മസാലകൾ. മാംസം കേടാകാതെ മാസങ്ങളോളം സൂക്ഷിക്കാനും ആ ചീഞ്ഞ മണം മാറ്റാനും ഇനിയിപ്പോൾ കേടായാൽ തന്നെ ആ ചീത്ത രുചി മറയ്ക്കാനും ഇതവർക്ക് അത്യാവശ്യമായിരുന്നു. അതായത് അവർക്കത് വെറുമൊരു രുചിയുടെ പ്രശ്നമായിരുന്നില്ല, ശരിക്കും അതൊരു ജീവൻ മരണ പ്രശ്നമായിരുന്നു. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി യൂറോപ്പുകാരെ, പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാരെ ഇന്ത്യയിലേക്ക് ആകർഷിച്ച ആ 5 പ്രധാന സുഗന്ധവ്യഞ്ജനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ 5 താരങ്ങളാണ് യൂറോപ്പിന്റെ ഏറ്റവും വലിയ പ്രശ്നത്തിന് കൃത്യമായ പരിഹാരം നൽകിയത്. കുരുമുളക്, കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പു, മഞ്ഞൾ. നമ്മൾ ഈ കറിയിലൊക്കെ ഇടാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഈ സാധനങ്ങൾക്ക് അന്ന് യൂറോപ്പിലുണ്ടായിരുന്ന ഉപയോഗങ്ങൾ കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. ഇവയൊന്നും വെറുതെ ഭക്ഷണത്തിലിടാൻ വേണ്ടി മാത്രമായിരുന്നില്ല അവർ കൊണ്ടുപോയത്. നമുക്കത് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ സ്വന്തം കുരുമുളക്. ഇതിനെ അവരെന്ന് വിളിച്ചിരുന്നത് കറുത്ത സ്വർണം എന്നായിരുന്നു. കേൾക്കുമ്പോൾ തന്നെ ഒരു ഗാംഭീര്യം തോന്നില്ലേ? കേരളത്തിലെ മലബാർ തീരത്ത് വളർന്നിരുന്ന ഈ കുരുമുളകാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ഇന്ത്യയിലേക്ക് വലിച്ചെടുപ്പിച്ച പ്രധാന ഘടകം. ഇറച്ചി കേടാകാതെ സൂക്ഷിക്കാൻ അന്ന് ഇതിലും മികച്ചൊരു സാധനം അവർക്കില്ലായിരുന്നു. അന്നാണെങ്കിൽ ഈ കറുത്ത സ്വർണത്തിന്റെ പൂർണ്ണ കുത്തക ഡച്ചുകാരുടെ കയ്യിലായിരുന്നു. ആ ഡച്ച് ഏകാധിപത്യം തകർത്ത് കുരുമുളക് നേരിട്ട് സ്വന്തമാക്കുക, അതുമാത്രമായിരുന്നു ബ്രിട്ടീഷുകാർ കപ്പൽ കയറുമ്പോൾ അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. ഇനി കറുവപ്പട്ടയുടെ കാര്യം നോക്കാം. അന്ന് യൂറോപ്പിൽ കറുവപ്പട്ട വെറുമൊരു മസാലയായിരുന്നില്ല കേട്ടോ, അതൊരു വമ്പൻ സ്റ്റാറ്റസ് സിംബൽ കൂടിയായിരുന്നു. അതായത് സമൂഹത്തിൽ ഉയർന്ന പദവിയുള്ളവരുടെ ഒരു അടയാളം. ഭക്ഷണത്തിന് രുചി കൂട്ടാൻ മാത്രമല്ല, വില കൂടിയ പെർഫ്യൂമുകൾ ഉണ്ടാക്കാൻ വരെ അവരിത് ഉപയോഗിച്ചിരുന്നു. പോരാത്തതിന് ദഹനപ്രശ്നങ്ങൾക്കും കടുത്ത ചുമയ്ക്കുമുള്ള ഒരു കിടിലൻ മരുന്നും കൂടിയായിരുന്നു കറുവപ്പട്ട. ഇതിന്റെ മധുരവും കടുപ്പവും ചേർന്ന ആ ഒരു പ്രത്യേക രുചി അവരെ വല്ലാതെ ആകർഷിച്ചിരുന്നു. അടുത്തത് നമ്മുടെ ഏലക്കയാണ്. പശ്ചിമഘട്ടത്തിലെ മലനിരകളിൽ നിന്ന് വരുന്ന ഈ ഏലക്ക തൂക്കത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ അക്കാലത്തെ ഏറ്റവും വില കൂടിയ മസാലകളിൽ ഒന്നായിരുന്നു. യൂറോപ്പിലെ മിഠായികളിലും ലക്ഷറി ബിസ്ക്കറ്റുകളിലുമൊക്കെ ഒഴിവാക്കാനാവാത്തൊരു VIP ചേരുവയായിരുന്നു ഇത്. വേറൊരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ആ ഒരു പ്രത്യേക സുഗന്ധം ലോകത്തെ വേറെ എവിടെ നിന്നും അവർക്ക് കിട്ടുമായിരുന്നില്ല. പകരം വയ്ക്കാനില്ലാത്ത ഒരു വലിയ ആഡംബര വസ്തുവായി ഏലക്ക അവിടെ തിളങ്ങി നിന്നു. എന്നാൽ ഗ്രാമ്പൂവിലേക്ക് വരുമ്പോഴാണ് ഈ ചരിത്രം കുറച്ചുകൂടി സീരിയസും രക്തരൂക്ഷിതവുമാകുന്നത്. വളരെ ചെറിയൊരു മസാലയാണല്ലേ ഇത്? പക്ഷേ ഈ ചെറിയ ഗ്രാമ്പൂവിനു വേണ്ടി മാത്രം പോർച്ചുഗീസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ കടലിൽ നടന്നത് അതിരൂക്ഷമായ യുദ്ധങ്ങളാണ്. ചിന്തിച്ചു നോക്കൂ. പല്ലുവേദന മാറ്റാനും വായ് ശുദ്ധീകരിക്കാനും ഇറച്ചി കേടാകാതെ അണുവിമുക്തമാക്കാനും അവർക്കിത് കൂടിയേ തീരൂ എന്ന അവസ്ഥയായിരുന്നു. വെറുമൊരു ചെറിയ മസാലയ്ക്കു വേണ്ടി വൻകിട രാജ്യങ്ങൾ തമ്മിൽ പൊരുതുക. ഇനി നമ്മുടെ മഞ്ഞൾ. ബ്രിട്ടീഷുകാർ ഇതിനെ ഇന്ത്യൻ കുങ്കുമപ്പൂവ് അഥവാ ഇന്ത്യൻ സാഫ്രോൺ എന്നാണ് സ്നേഹത്തോടെ വിളിച്ചിരുന്നത്. തുടക്കത്തിൽ ഭക്ഷണത്തിന് നല്ല നിറവും രുചിയും കൊടുക്കാൻ വേണ്ടി മാത്രമാണ് അവർ അത് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ പിന്നീട് അവരുടെ തുണി വ്യവസായത്തിൽ നിറം പിടിപ്പിക്കാനുള്ള ഒരു പ്രധാന പ്രകൃതിദത്ത വർണ്ണമായി ഈ മഞ്ഞൾ മാറി. അപ്പോൾ കറികൾക്ക് മാത്രമല്ല, വസ്ത്രങ്ങൾക്കും ഇത് അത്യാവശ്യമാണെന്ന് അവർക്ക് മനസ്സിലായി. അതോടെയാണ് ഇന്ത്യയിൽ നിന്ന് മഞ്ഞൾ ലോകമെമ്പാടും വലിയ തോതിൽ കയറ്റുമതി ചെയ്യാൻ തുടങ്ങിയത്. ശരി, ഇന്ന് നമുക്ക് ഈ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. വെറുമൊരു കച്ചവടമായി തുടങ്ങി എങ്ങനെയാണിതൊരു വലിയ സാമ്രാജ്യമായി മാറിയത് എന്ന് നോക്കാം. ഇവിടെയാണ് ഈ ചരിത്രത്തിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് ഒളിച്ചിരിക്കുന്നത്. 400%. അതെ, 400%മായിരുന്നു ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോകുന്ന മസാലകളിൽ നിന്ന് അന്ന് അവരുണ്ടാക്കിയിരുന്ന ലാഭം. ഒന്ന് ആലോചിച്ച് നോക്കൂ.
നമുക്കൊന്നും സങ്കല്പിക്കാൻ പോലും ആകാത്തത്ര വലിയ സാമ്പത്തിക ലാഭം. വെറുമൊരു കച്ചവടമായി ലാഭം മാത്രം ലക്ഷ്യമിട്ട് ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ഇന്ത്യയെ മുഴുവൻ അടക്കി ഭരിക്കുന്ന ഒരു വമ്പൻ സാമ്രാജ്യമാക്കി മാറ്റിയത് ഈ വലിയ ലാഭക്കൊതിയാണ്. കച്ചവടം അങ്ങോട്ട് വളർന്നപ്പോൾ അവർക്ക് ഈ നാട് തന്നെ സ്വന്തമാക്കേണ്ടി വന്നു. അപ്പം നമ്മൾ നിസ്സാരമായി കാണുന്ന നമ്മുടെ അടുക്കളയിലെ അലമാരകളിലിരിക്കുന്ന ഈ ചെറിയ വസ്തുക്കൾ എങ്ങനെയാണ് ലോക ചരിത്രം തന്നെ മാറ്റിമറിച്ചതെന്ന് നിങ്ങൾക്കിപ്പോൾ വളരെ വ്യക്തമായി മനസ്സിലായി കാണും. ഒരു ചെറിയ അടുക്കള സാധനത്തിന് പോലും ഒരു മഹത്തായ രാജ്യത്തിന്റെ ചരിത്രം പൂർണ്ണമായും മാറ്റാൻ കഴിഞ്ഞു എന്നത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമല്ലേ? അടുത്ത തവണ നിങ്ങൾ കറിയിലൊരു തരി കുരുമുളകോ ഏലക്കയോ ഒക്കെ ഇടുമ്പോൾ വെറുതെ ഒന്നോർക്കുക, ഒരു കാണത്ത് ലോകത്തിന്റെ തലവര മാറ്റിയെഴുതിയത് ഈ ചെറിയ വിത്തുകളല്ലേ എന്ന്. ഈ എക്സ്പ്ലെയിനർ നിങ്ങൾക്ക് പുതിയ അറിവുകൾ നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്തരം കൂടുതൽ രസകരമായ വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങളുടെ ചിന്തകൾ സജീവമായിരിക്കട്ടെ.